ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇട്ടതാണ് കേട്ടോ. മുന്നത്തെ വീഡിയോസൊക്കെ കുറേയൊക്കെ എന്തൊക്കെയോ കോപ്പറേറ്റ് ഇഷ്യൂ ഒക്കെ കാരണം കുറേയൊക്കെ കളയേണ്ടി വന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് ഓഫീസും ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ന് ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ഡേ ആണ്. ഒരു സ്ലോ ഡേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. പ്രത്യേകിച്ച് ഹറിബറികളൊന്നുമില്ല. നേരത്തെ നീക്കില്ല. നേരത്തെ ഇങ്ങനെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ നീക്കാറ്. ഇന്നിപ്പോൾ 8 മണിയായപ്പോഴാണ് കേട്ടോ നീച്ചത്. പിന്നെ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കഴിക്കലുള്ളൂ. ഡയറ്റല്ല, ഒന്ന് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ഫുഡാണ് കഴിക്കുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും ഏട്ടൻ ജോലിക്ക് പോകും. അമ്മയും ഞാനും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യൽ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യൽ. കൂടുതലും അമ്മയാണ് ചെയ്യൽ. ഞാൻ ജോലിക്കൊക്കെ പോകണ കാരണം ഇങ്ങനെ സൺഡേസൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ കൂടുതലായിട്ട് നിൽക്കലുള്ളൂ. അപ്പോൾ ഇങ്ങനെ സൺഡേസ് ആകുമ്പോഴാണല്ലോ നമ്മൾ തിരുമ്പൽ, കുളിക്കൽ, അലക്കലൊക്കെ ഇത്തിരി ഡീപ്പായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ തിരുമ്പൽ പിന്നെ ഒന്നരാടം തിരുമ്പലുണ്ട് കേട്ടോ. കാരണം ഏട്ടൻ്റെയും എൻ്റെയും കൂടിയിട്ട് അങ്ങനെ ഒന്നരാടം തിരുമ്പലാണ് സ്ഥിരമായിട്ട് ചെയ്യുക. അത് ഒന്നരാടം വെച്ച് തിരുമ്പും, അതങ്ങനെ കൂട്ടിയിടുമൊന്നുമില്ല. പിന്നെ മറ്റുള്ള പരിപാടിയൊക്കെ ഒന്നും കൂടി ഡീപ്പായിട്ട് സൺഡേസ്, ലീവുള്ള ദിവസങ്ങളിലൊക്കെയാണ് ചെയ്യുക. പിന്നെ ഈ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ നല്ല മഴക്കാലമൊക്കെയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. ഒരു ദിവസം മഴ പെയ്താൽ പിന്നെ 2 ദിവസം വെയിൽ, അങ്ങനെയാണ് ഇവിടെ. അതുകൊണ്ട് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു. ഇപ്രാവശ്യം മഴയൊക്കെ വളരെ കുറവാണ്. കർക്കിടക മാസത്തിലൊക്കെ നല്ല മഴയൊക്കെയുള്ള സമയം, വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ സമയമാണ് ഈ സമയത്ത്. പക്ഷേ ഇപ്രാവശ്യം എന്താണോ മഴയൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഞങ്ങളുടെ ഏരിയയിൽ മാത്രമാണോ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അവിടെ മഴ കുറവാണ്. ചൂടാണെങ്കിലോ വേനൽക്കാലത്തുള്ള പോലത്തെ ചൂടാണ്. നല്ല അൺസഹിക്കബിളായിട്ടുള്ള ചൂടാണ്. എന്താ പറയുക, മഴക്കാലമാണെന്നുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടണില്ല. അത്രയും ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മിനിഞ്ഞാന്ന് എന്നിട്ടൊരു മഴ പെയ്തിട്ടാണ്. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങാനും കിട്ടാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ മഴക്കാലത്ത്. മറ്റേത് തുണിയിലിടാൻ സ്ഥലമില്ലാണ്ടും അങ്ങനെയൊക്കെയാണല്ലോ, തുണി ഉണങ്ങി കിട്ടാണ്ടും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണല്ലോ. പക്ഷേ ഇങ്ങനെ വെയിലും മഴയും ഇങ്ങനെ മിക്സ്ഡ് ആയതുകൊണ്ട് അതൊക്കെ നല്ല കൂളായിട്ട് ചില്ലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കർക്കിടകത്തിൽ 10 വെയിൽ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇപ്പോൾ കർക്കിടകം പകുതി ആവാനാണ് പോണത്. കർക്കിടകം പകുതി വരെയും വെയിൽ തന്നെയാണ് ഉള്ളത്. കർക്കിടകം മൊത്തം വെയിലാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ അടുത്ത വേനൽക്കാലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ മഴയുടെ അതൊക്കെ കണ്ടിട്ട് വെള്ളത്തിനൊക്കെ നല്ല വരൾച്ചയും കാര്യങ്ങളൊക്കെ ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്നുള്ള മഴ പിടിക്കുമോ എന്നൊന്നും പറയാനും പറ്റില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഏരിയ പിന്നെ അങ്ങനെ വെള്ളം കയറുന്നതോ അങ്ങനത്തെ ഏരിയ ഒന്നുമല്ല. അതുകൊണ്ട് മഴ പെയ്താലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. വേനൽക്കാലത്താണെങ്കിൽ ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടാവുക. മഴക്കാലത്ത് അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവണ ഒരു ഏരിയയും അല്ല നമ്മുടെ. പിന്നെ ഇത് തുണികളൊക്കെ ഞാൻ അപ്പം ഒന്നരാടം തിരുമണ കാരണം ഒരു ദിവസം കൊണ്ടുപോയിടുന്ന തുണി പിറ്റേ ദിവസം അടുത്ത പ്രാവശ്യം തിരുമ്പിയിട്ട് കൊണ്ടുപോയിടുമ്പോൾ എടുത്തിട്ട് വരും, മടക്കി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ റൂട്ടീനായിട്ട്. അങ്ങനെ തന്നെ എന്നാണോ തിരുമണ അന്ന് തന്നെ മടക്കി വയ്ക്കലും, അങ്ങനെ ഒരു റൂട്ടീനാണ്. അതുകൊണ്ട് തുണികളൊന്നും അങ്ങനെ കൂട്ടിയിടുന്ന സ്വഭാവം അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒപ്പം മടക്കലും എടുത്ത് വയ്ക്കലും ഒക്കെ കാരണം. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ, എല്ലാ മീൻസ് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാനൊക്കെ നിൽക്കണത്. കാരണം കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ കുളിക്കാനൊക്കെ നിൽക്കുന്നത്. ഈ എണ്ണ തേച്ച് കുളിയൊന്നും എന്നുമില്ല. അതായത് തല നനയ്ക്കലിപ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തല നനയ്ക്കുള്ളൂ. കാരണം ഹെയർ ഫോളിന് ഡോക്ടറെ കാണിച്ചപ്പോൾ തല ഡെയിലി നനയ്ക്കേണ്ട അങ്ങനെയൊക്കെയാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തല നനച്ച കുളിയൊക്കെ ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തല നനച്ച കുളിയും എണ്ണ തേച്ചിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യൽ. പിന്നെ സൺഡേ ആകുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൂളായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യും. എങ്ങോട്ടും പോകാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ടൊക്കെ
ചെയ്യണ ദിവസങ്ങളാണ്. അടുത്ത വീടുകളിൽ കാണാതെ നടക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പോയി കാണും, സ്വന്തം വീട്ടിലേക്ക് പോവുക, ഫാമിലി അവരെയൊക്കെ കാണുക, അങ്ങനെയൊക്കെയുള്ള ദിവസം സൺഡേസാണ്. പക്ഷെ ഇന്ന് ഞാൻ എങ്ങോട്ടും വേറെ പോകണമൊന്നുമില്ല, അന്ന് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വെച്ചു. ഓരോ ആഴ്ചകളിൽ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. കല്യാണം, ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പോവും. ഈ ആഴ്ച എന്താണോ വീട്ടിലിരിക്കാൻ തോന്നി. പിന്നെ ഞാൻ അടുത്ത വീട്ടിലൊക്കെ പോയി അവിടുത്തെ കുട്ടികളുടെ കൂടെയൊക്കെ സംസാരിക്കും, അവരുടെ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കും, അവിടെ ഇരിക്കും. അവരിങ്ങോട്ട് വരും, എൻ്റെ കൂടെ ഇരിക്കും, സംസാരിക്കും. ഞാൻ ഒറ്റയ്ക്കൊക്കെ ആവുന്ന സമയത്ത് അവരെൻ്റെ കൂടെ വന്നിട്ടിരിക്കും കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മായി ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിരിക്കും. ഞങ്ങൾ കുറേ കഥകൾ പറയും, വർത്താനം പറയും, കളിക്കും, കുറേ ഗെയിമുകൾ കളിക്കും. അവിടെ പാടത്ത് കൂടെ റോട്ടിൽ കൂടെ ഒക്കെ നടക്കും. വെയിലൊന്നും ഇല്ലായിരുന്നു, ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിട്ട്. അതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ അങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ ഒരു രസമാണ്. അവർക്കാണെങ്കിലും എന്നെ നല്ല ഇഷ്ടമാണ്, എൻ്റെ പിന്നാലെ നടക്കാൻ, എൻ്റെ കൂടെ ഇരിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ കുറേ സമയമൊക്കെ. പിന്നെ വീട്ടിലിപ്പോൾ ആരുമില്ല, അമ്മയും ഈ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ പുറത്തേക്ക് പോയിക്കായിരുന്നു, ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കായപ്പോൾ അവിടെയൊക്കെ പോയി അവരുടെ അടുത്തൊക്കെ കളിച്ച് അവരുടെ കൂടെയൊക്കെ ഗെയിം കളിച്ച്, എന്താ ഓണോ കാർഡ് എന്തൊക്കെ കാർഡാണ് എനിക്കറിയൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 1:30 ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങാൻ സെറ്റാവുക. അങ്ങനെയാണ് ഞായറാഴ്ചകളിലല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റണ ദിവസം. ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ, റിലാക്സായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്ന് വിചാരിക്കണു. എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കണു. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോവുക. മഴ കാരണം ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ അതിനനുസരിച്ചിട്ട് കെയറും സപ്പോർട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇരിക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇനി ഇതുപോലെ പരമാവധി നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരാനും ആഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. അപ്പോൾ ഇത് ഉച്ചവരെയുള്ളൊരു വ്ളോഗാണ്. താങ്ക് യു. ഇനി ഉറങ്ങട്ടെ. ബൈ.